കരിപ്പൻ ഡോക്ടറുടെ കാന്താരി നേഴ്സ്. രചന വിജയ് സത്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. എടി പറഞ്ഞേ, നീ ഇത് റെഡിയായില്ലേ? ഞങ്ങളൊക്കെ എപ്പോഴും ഒരുങ്ങി. 1 സെക്കൻഡ് ശ്വേത, ഇത്തിരി ടച്ച് കൂടെ ബാക്കിയുണ്ട്. വേവാ, 1 മിനിറ്റ് പോലും പാഴാക്കാനില്ല. ബാംഗ്ലൂരിൽ ഈ എക്സലന്റ് അക്കാദമി ഹോസ്റ്റലിൽ അവസാന ദിവസമായി ഇന്ന്. എൻട്രൻസ് റിസൾട്ട് അറിഞ്ഞാൽ ഉള്ള മൂടൊക്കെ അങ്ങ് പോകും. അതുകൊണ്ട് കറങ്ങി വന്നിട്ട് മതി റിസൾട്ടൊക്കെ നോക്കല്. അത് ശരിയാ, ഞാൻ ആ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് അടിക്കുന്നത്, വർണ്ണ പറഞ്ഞു. ഹാർട്രിക് അടിക്കോ? അയ്യോ, നീ പേടിപ്പിക്കലേ ചെയ്താ. അതും പറഞ്ഞ് വർണ്ണ ഹോസ്റ്റൽ റൂമിലെ ഡ്രസ്സിംഗ് ടേബിളിന് മിററിന് മുമ്പിൽ ഇരിക്കുമ്പോഴായിരുന്നു വർണ്ണ ബ്രഷ് ഉപയോഗിച്ച് മുഖത്തെ ചായ ഒന്നുകൂടി തേച്ച് മിനുക്കിയത്. മഴ നിറഞ്ഞ റോഡിലൂടെ ഇരുവശങ്ങളിലും പച്ചപ്പ് നിറഞ്ഞ മരങ്ങൾക്കിടയിലൂടെ കൂട്ടുകാരികളെയും കൊണ്ട് വർണ്ണയുടെ ആഡംബരക്കാർ പാഞ്ഞുപോയി. കാറിന്റെ എസിയിൽ നിന്ന് വരുന്ന ചെറിയ കാറ്റിൽ ആളുടെ മുടിയിഴകൾ പാറിക്കളിച്ചു. അകത്തുനിന്ന് കൂട്ടുകാരികളുടെ പൊട്ടിച്ചിരികൾ ഉയർന്നുകൊണ്ടിരുന്നു. കാറിനുള്ളിലെ സെറ്റിൽ നിന്ന് വരുന്ന DJ-യുടെ താളത്തിനനുസരിച്ച് കൂട്ടുകാരികൾ സീറ്റിൽ കിടന്ന് ഡാൻസ് കളിച്ചു. അതനുസരിച്ച് വർണ്ണക്ക് ആവേശമേറി. അവൾ പരമാവധി സ്പീഡിൽ കാർ ഓടിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് വളരെ വെച്ച് പോലീസ് കൈ കാണിച്ച്. എടി വർണ്ണ, നീ നിർത്തണ്ട, കത്തിച്ചു വിട്. കൂട്ടുകാരികൾ പോക്കിരിയായ നിക പറഞ്ഞു. അത് പറ്റില്ല, ഈ ലൈനിൽ പലയിടത്തും പല സ്ഥലങ്ങളായി ചെക്കിംഗ് ഉണ്ട്. നിർത്താതെ മറ്റുള്ളവരെ വിളിച്ചു പറയാൻ കുഴപ്പമാവും. ശ്വേത ഓർമ്മിപ്പിച്ചു. വർണ്ണ പെട്ടെന്ന് ചവിട്ടി. നല്ല വേഗതയിൽ ചവിട്ടിയതുകൊണ്ട് കാറൊന്ന് വളഞ്ഞു പുളഞ്ഞു നിന്നു. പക്ഷെ ആരും തന്നെ പുറത്തിറങ്ങിയില്ല. ഒരു പോലീസുകാർ അങ്ങോട്ട് ഓടി വന്നു. എല്ലിക ഏകിതു വാണം വിട്ട പോലെ അയാൾ കന്നഡയിൽ ചോദിച്ചു. ചുമ്മാ ഞങ്ങളൊന്ന് കറങ്ങിയിറങ്ങിയതായിരുന്നു. നിമ്മ തുമ്പ ജാസ്തി സ്പീഡിൽ ಹೋಗಿದ್ರೆ ജാഗ്രതയില്ലാതെ ഫൈൻ കൊടുറേ. അശ്രദ്ധമായ ഡ്രൈവിങ്ങിന് പിഴയടക്കാൻ ആവശ്യപ്പെട്ടു. ഹൗ മെനി റുപ്പീസ്? എത്ര തുട്ട്? 500 കോടി. പോലീസുകാരൻ കൈ നീട്ടി. അമ്മച്ചി 500? കാറിൽ നിന്ന് കൂട്ടുകാരികളൊന്നായി വിളിച്ചു പറഞ്ഞു പോയി. ഡ്രൈവിംഗ് സീറ്റിന്റെ അടുത്തിരുന്ന ശ്വേത വർണ്ണയുടെ കാതിൽ പറഞ്ഞു. എടി 100 കൊടുത്താൽ മതി, ഇവിടെയുള്ള പോലീസുകാർക്ക് അവർക്ക് തന്നെ ധാരാളം. ഒരു സിഗരറ്റ് കൊടുത്ത് ഒഴിവാക്കി വിടുന്ന ടീംസാ. വർണ്ണ പുഞ്ചിരിയോടെ അവളുടെ വാലറ്റ് തന്ന് കുറച്ച് പണമെടുത്ത് അവിടെ നേരെ നീട്ടി. അയാൾ കാശ് വാങ്ങി രശീത് മുറിച്ചു കൊടുത്തു. ചോദിച്ചിൽ കൂടുതൽ കിട്ടിയപ്പോൾ അയാൾ ഭവ്യതയോടെ അവരെ പോവാൻ അനുവദിച്ചു. പോമ്മ, ജാഗ്രതയോടി. വർണ്ണ വണ്ടിയെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ കൂട്ടുകാരികൾ ആർത്തി വിളിച്ച് ആവേശം പ്രകടിപ്പിച്ചു. കാറ് മുന്നോട്ട് കുതിക്കുന്നതിനൊപ്പം ഉള്ളിൽ ചിന്തകൾ ഉയർന്നുകൊണ്ടേയിരുന്നു. ഇന്ന് വരുന്ന റിസൾട്ടിന്റെ ഫലം എന്തായിരിക്കുമെന്ന ആശങ്കയാണ് നിറയെ. കാർ ഒരു ടൗണിലെത്തി. അപ്പോഴേക്കും ഒരു ചാറ്റൽ മഴ വന്ന് മഴ നനഞ്ഞ റോഡിന്റെ ഭംഗി കൂട്ടുകയും ചെയ്തു. പെട്ടെന്ന് ട്രാഫിക് തടസ്സപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. ആ നിമിഷം എഴുതി തീർത്ത എൻട്രൻസ് പരീക്ഷകളുടെ ഓർമ്മകൾ ആളുടെ മനസ്സിലേക്ക് ഇരച്ചെത്തി. ആ ചോദ്യ പേപ്പർ മുമ്പിൽ നിസ്സഹായായി നിന്ന നിമിഷങ്ങൾ. നീ എന്നായി മൂടായിരിക്കുന്നേ? എൻജോയ് ഇറ്റ്. ഇന്നേ ഉള്ളൂ. ഇന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തമ്മിൽ കാണുന്ന പോലെ സംശയ. ആറ് വർണ്ണയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. കാറിന് തൊച്ചീമഴ ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ ഞാൻ ഡാൻസ് കളിക്കണം. നിങ്ങൾ എന്തീ പറയുന്നത്? ഇത് ടൗണാ, എല്ലാവരും ശ്രദ്ധിക്കും. നിങ്ങൾ അടങ്ങിയിരിക്കും. കാർ ടൗൺ വിട്ട് കുറച്ചുകൂടി ദൂരം പോട്ടെ. വർണ്ണയുടെ മുന്നറിയിപ്പ് അവഗണിച്ച് കൂട്ടുകാരികൾ വീണ്ടും മഴയിലേക്ക് കൈകളും തലയും പുറത്തിട്ടു. അതോടെ വർണ്ണ അവരെ ശാസിച്ചു. എടി പിള്ളേരെ, നമ്മളിപ്പോ ഫൈൻ അടിച്ചേ ഉള്ളൂ. കാർ ഉള്ളിക്കിടന്നാൽ നിങ്ങൾ അർമാദം ശ്രദ്ധയിൽപ്പെട്ടാലേ MDMA കഞ്ചാവെന്ന് കരുതി ഇനി ചെക്കിങ്ങൾ സാധ്യതയുണ്ട്. അടങ്ങിയിരിക്കാൻ നോക്ക്. എന്നാൽ കൂട്ടുകാരികൾ ആ വാക്ക് പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. എടി ഇതേണ്ടോ ഈ റെസിപ്റ്റ്? ഇതിന് 24 hours വാല്യൂ ഉണ്ട്, മനസ്സിലായോ? ഇന്ന് മുഴുവൻ നമുക്ക് ജാഗ്രതയില്ലാതെ വണ്ടി ഓടിക്കാം. ശ്വേത ഫൈൻ അടിച്ച കള്ളാസ് കാണിച്ച് പറഞ്ഞു. അത് ശരിയാ, ഏതായാലും ഫൈൻ അടിച്ചില്ലേ, ഇനി നമുക്ക് അർമാദിച്ചാലും മുന്നോട്ട് പോവാം. മറ്റു കൂട്ടുകാരികൾ അത് ശരിവെച്ച് കാറിലിരുന്ന് കാറിക്കോവി അർമാദിക്കാൻ തുടങ്ങിയപ്പോൾ വർണ്ണയും പിന്നെ ഒന്നും മിണ്ടിയില്ല. അതേസമയം തന്റെ മുന്നിലെ എൻട്രൻസ് പരീക്ഷാ ഫലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വർണ്ണയുടെ മനസ്സിൽ ഭാരമായി ഉയർന്നു വന്നുകൊണ്ടിരുന്നു. ഇതും കൂടി 3ാമത്തെ വട്ടമാണ്. ഇനിയും പരാജയപ്പെട്ടാൽ മാനേജ്മെന്റ് അവളെ പുറത്താക്കും. അത് അവരുടെ പേരിന് തന്നെ കളങ്കമാവും. തന്റെ ഡാഡിയെ ഇവർ വിളിക്കുമോ? ഈ ആശങ്കകളോടെ വർണ്ണയുടെ കാർ മുന്നോട്ട് ഇഴഞ്ഞുപോയി. വർണ്ണയുടെ ഡാഡി മധുസൂദന മുതലാളി കേരളത്തിൽ തന്നെ തന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ തിരക്കുകളിലാണ്. ഒരു ചെമ്മീൻ ഫാക്ടറിയും മറ്റു നിരവധി വ്യാപാര സ്ഥാപനങ്ങളുള്ള അദ്ദേഹത്തിന്റെ വലിയ സ്വപ്നം മകളെ ഒരു ഡോക്ടറാക്കി താൻ പണിതുയർത്തുന്ന അത്യാധുനിക ആശുപത്രിയുടെ അമരക്കാരിയാക്കുക എന്നതാണ്. അങ്ങനെയാണ് മകളെ എൻട്രൻസ് ടെസ്റ്റ് എഴുതിപ്പിക്കുന്നത്. കഴിഞ്ഞ 2 വട്ടം അവൾ വിജയിച്ചില്ല. പക്ഷെ ഇപ്രാവശ്യം അവൾ വാക്കുകൊടുത്തിരിക്കുകയാണ് എന്തായാലും ജയിക്കുമെന്ന്. അതിന്റെ ഒരു സന്തോഷത്തിലും അതുപോലെ അല്പം എക്സൈറ്റ്മെന്റിലാണ് അയാൾ ഉള്ളത്. അപ്പോഴാണ് ആ ഫോൺ കോൾ വരുന്നത്. ബാംഗ്ലൂരിൽ മകൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ നമ്പർ കണ്ട് മധുസൂദന ആകാംക്ഷയുടെ ഫോൺ എടുത്തു. ഹലോ, മധുസൂദൻ ഹിയർ. പറഞ്ഞോളൂ സർ. മധുസൂദൻ സാർ, ഞാൻ എക്സലൻസ് അക്കാദമിയുടെ ഡയറക്ടറാണ്. വിവരം അറിഞ്ഞാണല്ലോ. നിങ്ങളുടെ മകൾ വർണ്ണ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അവൾ വീണ്ടും പരീക്ഷ പാസ്സായില്ല. നിങ്ങളുടെ വാക്കും അതിരറ്റ പ്രതീക്ഷയും കേട്ട് നിങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾ വീണ്ടും വിഡികളായിരിക്കുന്നു. 3 വർഷം ഇൻസ്റ്റിറ്റ്യൂട്ട് വിജയശതമാനത്തെ ഇത് ബാധിക്കുന്നു. മധുസൂദനൻ തകർന്നു പോയി. വീണ്ടും പരാജയപ്പെട്ടോ? എൻ്റെ എല്ലാ പ്രതീക്ഷകളും തകർന്നല്ലോ സാർ. ഇനി ഞാൻ ഈ പടുത്തുവരുന്ന ഈ ഹോസ്പിറ്റലിൻ്റെ ഭാവി എന്താവും? മിസ്റ്റർ മധുസൂദനൻ, ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഇവിടെ ഈ സ്റ്റേറ്റിൽ തന്നെ മികച്ച ട്യൂട്ടേഴ്സാണുള്ളത്. അവർക്ക് പോലും അവൾ വിജയിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പറയുന്നതിൽ വിഷമം തോന്നരുത്. അവൾ ഭൂലോകം മണ്ടിയായിരിക്കും. കഷ്ടം. അത് കേട്ടപ്പോൾ മധുസൂദൻ നായർ അങ്ങനെ പറഞ്ഞ് ഫോൺ വെച്ചു.
അന്നത്തെ കറക്കത്തിനൊടുവിൽ 3 മണിയോടുകൂടി ഹോസ്റ്റലിൽ തിരിച്ചെത്തിയ വർണ്ണയും കൂട്ടുകാരും വേഗത്തിൽ തങ്ങളുടെ കോളേജ് യൂണിഫോമിലേക്ക് മാറി. ഇനി റിസൾട്ട് അറിയാൻ പോവാം അവർ തീരുമാനിച്ചു. മനസ്സ് നിറയെ ആദ്യമായിരുന്നെങ്കിലും പുറമേക്ക് അത് കാണിക്കാതെ അവൾ അവരോടൊപ്പം കോളേജിലേക്ക് നടന്നു. രാവിലെ തന്നെ റിസൾട്ട് അറിയാൻ വന്നുവെങ്കിലും നേരം വൈകിട്ടും സ്റ്റുഡൻസുകൾ ഇഷ്ടപ്പെട്ട സൗഹൃദങ്ങളും ഇണകളെയും വെടിഞ്ഞ് ആരും പിരിഞ്ഞു പോയിട്ടില്ല. കോളേജ് ക്യാമ്പസ് പതിവിലും സജീവമായിരുന്നു. എൻട്രൻസ് ഫലം വന്ന ദിവസമായതിനാൽ എവിടെ ഒരു ഉത്സവ പ്രതീതിയും ഒപ്പം കനത്ത നിശബ്ദതയും മാറി മാറി നിഴലിച്ചു നിന്നിരുന്നു. വർണ്ണയും കൂട്ടുകാരികളും നോട്ടീസ് ബോർഡിലെ റിസൾട്ട് നോക്കി. വർണ്ണയുടെ കൂട്ടുകാരികൾ വർണ്ണയോടൊപ്പം അർമാദിച്ച് നടന്നവരാണെങ്കിലും അവരെല്ലാവരും എൻട്രൻസ് പരീക്ഷയിൽ പാസ്സായിരുന്നു. അവളോടൊപ്പം ഏറ്റവും ഉഴപ്പാൻ കൂടെയുണ്ടായിരുന്ന ശ്വേതക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടെന്നത് വർണ്ണയ്ക്ക് ഏറ്റവും വലിയ ദുഃഖമായി. താൻ മാത്രം ഫെയിൽ. ഇത് 3 വട്ടം തേച്ചിരിക്കുകയാണ്. നോട്ടീസ് ബോർഡിന് മുന്നിൽ ആൾക്കൂട്ടത്തിൽ നിന്ന് അല്പം മാറി മൈതാനത്തിന്റെ കോണിലുള്ള വലിയ താഴ്മര ചോട്ടിലേക്ക് കനത്ത ദുഃഖഭാരവും പേറി വർണ്ണ നടന്നു നീങ്ങി. അവളുടെ കാലുകൾക്കൊട്ടും ജീവനില്ലാത്ത പോലെ തോന്നി. ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരികൾ പാസ്സായ സന്തോഷത്തിൽ പരസ്പരം കെട്ടിപ്പിടിച്ച് വാർത്തി വിളിച്ച് നടക്കുമ്പോൾ വർണ്ണ ആ മരച്ചൂട്ടിലെ സിമന്റ് തറയിലിരുന്ന് ശൂന്യതയിലേക്ക് നോക്കി. അവളുടെ നെഞ്ചിരിപ്പിന്റെ താളം തെറ്റിച്ചുകൊണ്ട് ബാഗിനുള്ളിൽ കിടന്ന ഫോൺ വീണ്ടും ശബ്ദിക്കാൻ തുടങ്ങി. സ്ക്രീനിൽ ഡാഡി കോളിംഗ് തെളിഞ്ഞതും അവളുടെ വിരലുകൾ വിറച്ചു. എന്താണ് പറയേണ്ടത്? ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന പിതാവിന് താൻ എന്തു മറുപടി നൽകും? 3 വർഷം തന്നെ വിശ്വസിച്ച് തന്റെ പ്രതീക്ഷകളെ വിശ്വസിച്ച് കൂടുന്ന പിതാവിനോട് അവൾക്ക് എന്താണ് ഇനി പറയാനുള്ളത്? ആ ചോദ്യത്തിന് മുമ്പിൽ മറുപടിയില്ലാതെ നിൽക്കുന്ന ഓർത്തപ്പോൾ അവൾ ആ കോള് കെട്ടിയത് ഫോൺ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ചു. തേങ്ങിക്കരഞ്ഞു. കണ്ണിൽ നിന്നും ചുടുകണ്ണീർ ധാരധാരയായി കവിളിലൂടെ നെഞ്ചത്ത് വീണു. വർണ്ണമോളി ഇവിടെ വന്നിരുന്ന് കരയുകയാണോ? പെട്ടെന്നാണ് ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് കോളേജ് പ്യൂണിന്റെ ശബ്ദം കേട്ട്. ആളൊരു മലയാളിയാണ്, കാസർഗോട്ടുകാരൻ രാമേട്ടൻ. വർണ്ണമോളെ, മോളി പ്രാവശ്യം കടമ്പ കടന്നില്ലല്ലേ? വിഷമിക്കണ്ട, അതൊക്കെ ഒരു യോഗമാണ് മോളെ. തലയിൽ ഡോക്ടർ ആവണമെന്ന് വരെയുണ്ടെങ്കിൽ ചുമ്മാ വന്നിരുന്ന് എഴുതിയാൽ മതി. ഒരു താല്പര്യമില്ലാവെന്ന് പലരും ജയിച്ചിട്ട് പോയി. മോൾക്ക് ഡോക്ടറെക്കാളും വലിയ കമ്പനി മുതലാളി ആവാനായിരിക്കും യോഗം. മോളുടെ അച്ഛൻ വലിയ പണക്കാരനല്ലേ? പണ്ടത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഡോക്ടർ, എഞ്ചിനീയർ എന്നൊക്കെ പറയുന്നത് വലിയ പദവിയാണെങ്കിലും ചുമ്മാ രോഗികളും അവരുടെ പ്രാരാബ്ദങ്ങളും സഹവാസമായിട്ട് അതിൽ ഒതുങ്ങിക്കൂടി ജീവിക്കുന്നതിനൊക്കെ നല്ലത് സ്വതന്ത്രമായിട്ട് അപ്പൻ്റെ ബിസിനസ് നോക്കിയെടുത്ത് ജീവിക്കുന്നതല്ലേ? രാമേട്ടന്റെ വാക്കുകൾ കേട്ടപ്പോൾ ലോകം തീർന്നിട്ടില്ല, ലോകത്തിന് പലതും നേടാനുണ്ട് എന്നുള്ള ബോധമൊക്കെ അവളിൽ പെട്ടെന്ന് പുതിയൊരു ആത്മവിശ്വാസം ജനിപ്പിച്ചു. അവൾ കണ്ണുനീര് തുടച്ചു. മോളെ, പ്രിൻസിപ്പൽ സാർ ഓഫീസിലേക്ക് ഉടനെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അത് പറയാനാണ് ഞാൻ വന്ന്. അവൾ ചെല്ലാൻ മടിച്ചു നിന്നപ്പോൾ അയാൾ പ്രോത്സാഹിപ്പിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഡോക്ടർ ആവാൻ പറ്റില്ലെന്ന് ജീവിതത്തിന്റെ അവസാനമല്ല, നീ ധൈര്യടിച്ചില്ലേ? ഭയത്തോടെയാണ് പറഞ്ഞ പ്രിൻസിപ്പളിന്റെ മുറിയിലേക്ക് നടന്നു കയറിയത്. ഗൗരവമേറിയ മുഖത്തോടെ ഇരിക്കായിരുന്ന പ്രിൻസിപ്പൾ ആളെ രൂക്ഷമായി നോക്കി. വർണ്ണ, ഇത് 3ാമത്തെ തവണയാണ് താൻ ഈ പരീക്ഷ എഴുതുന്നത്. മേശപ്പുറത്ത് ഫയലിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇത്തവണയും താൻ തോറ്റിരിക്കുന്നു. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചരിത്രത്തിൽ ഇതൊരു കറുത്ത പാടാണ്. കുറച്ചു മുമ്പ് ഞാൻ മധുസൂദനൻ സാറിന് വിളിച്ചിരുന്നു. ആ പേര് കേട്ടെന്ന് പറഞ്ഞ തല താഴ്ത്തി. വിവരം അറിഞ്ഞപ്പോൾ അദ്ദേഹം ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. ഇനി നീ ഇവിടെ തുടരേണ്ടില്ല വർണ്ണ, നിനക്കാവുമെന്ന് തോന്നില്ല. നിന്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം വാങ്ങി ഇന്ന് തന്നെ കോളേജിൽ നിന്ന് ഇറങ്ങാൻ നോക്ക്. അത് ഞാൻ കർശനമായി ആവശ്യപ്പെട്ടു. അതാ നിന്റെ ഫയല്. മേശപ്പുറത്തേക്ക് നീക്കി വെച്ച ഫയൽ കയ്യിലേക്ക് എടുക്കുമ്പോൾ വർണ്ണയുടെ കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പിയിരുന്നു. ഒരു വാക്ക് പോലും തിരിച്ചു പറയാൻ കഴിയാതെ അവൾ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു. തിരികെ ഹോസ്റ്റൽ മുറിയിലെത്തിയ വർണ്ണ യാന്ത്രികമായി തന്റെ വസ്ത്രങ്ങളും സാധനങ്ങളും ബാഗിലേക്ക് എടുത്തു വെക്കാൻ തുടങ്ങി. മുറിയുടെ ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ആകാശത്ത് കാർമേഘങ്ങൾ വീണ്ടും ഉരുണ്ടുകൂടുന്നുണ്ടായിരുന്നു. വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിനുമുള്ള നിശബ്ദത പോലെ തോറ്റവളെന്ന ഭാരവും പേറി അച്ഛന്റെ കോപത്തെ നേരിടാനായി ആൾ ഹോസ്റ്റലിന്റെ പടവിലിറങ്ങി. മധുസൂദന മുതലാളി തന്റെ മകളെ കുറിച്ചുള്ള പ്രതീക്ഷകളെക്കുറിച്ചും പുതുതായി പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശുപത്രിയുടെ സാരഥിയാക്കാൻ ആൾക്കായി കണ്ട വലിയ സ്വപ്നങ്ങളെക്കുറിച്ചും വർണ്ണ ഓർത്തു. ആ പ്രതീക്ഷകൾക്ക് മുമ്പിൽ തന്റെ പരാജയം ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്ന കണ്ടപ്പോൾ അവളുടെ ഉള്ളം നീറി. താൻ വെറും ഒരു പേര് മാത്രമായി മാറുന്നുവോ എന്നവൾക്ക് തോന്നി. യാന്ത്രികമായി താൻ ബാഗുകളെടുത്ത് കാറിന്റെ ഡിക്കിലേക്ക് വെക്കുമ്പോഴും കൂട്ടുകാരികൾ അവിടെ ചുറ്റും കൂടി അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. സാരടി, നിന്റെ കയ്യിൽ ആർക്കില്ലാത്ത പണമുണ്ട്. പലരും കഷ്ടപ്പെട്ട് MBBS എഞ്ചിനീയറിംഗ് പഠിക്കുന്നത് അതിനു വേണ്ടിയാ. നിനക്ക് ഹോസ്പിറ്റലിൽ CEO ആയിട്ട് ഇരിക്കാമല്ലോ, എല്ലാ ഡോക്ടർമാരും നിയന്ത്രിക്കാൻ നിനക്ക് പറ്റുമല്ലോ എന്ന് പറഞ്ഞ അവൾക്ക് ആശ്വാസം പകരാൻ അവർ ശ്രമിച്ചെങ്കിലും ആ വാക്കുകളൊന്നും അവൾ വകവെച്ചില്ല. അപ്പോഴാണ് ശരണ്യയോടെ കടന്നു വന്ന്. എടി പറഞ്ഞ, നീ ഒരു ഭൂലോകം വണ്ടിയാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇനിയിപ്പോൾ നിനക്ക് വല്ല വ്രണവും കഴുകി കെട്ടിക്കൊടുന്ന് നേഴ്സാവാം, അതാ നല്ലത്. വല്ലയിടത്തും പോയി അതെങ്കിലും പഠിച്ച് പാസ്സാവടി. അത് കേട്ട് പറഞ്ഞ അവളെ തുറച്ചു നോക്കി. എന്താണ് നീ നോക്കി പേടിപ്പിക്കുന്നത്? പോയി നേഴ്സിംഗ് പഠിക്കടി. ശരണ്യ അവളെ പ്രൊവോക്ക് ചെയ്ത് പരിഹസിച്ചു. അതുവരെ ദുഃഖടക്കി വെച്ച അവൾ രോഷം കൊണ്ട് വിറച്ചു. വർണ്ണ കൈയൊങ്ങി അവളുടെ കവിളത്ത് ചൂടോടെ ഒന്ന് പൊട്ടിച്ചു. കലി നീരാതെ വീണ്ടും 2 കൈ കൊണ്ട് അവളുടെ വസ്ത്രത്തിൽ കയറി പിടിക്കാൻ പോയപ്പോൾ കൂട്ടുകാരികൾ ഓടിയെത്തി അവളെ പിടിച്ചു മാറ്റി. വേണ്ടടി, സാരല്ല, ഒന്ന് പൊട്ടിച്ചല്ലോ, അത് മതി എന്ന് പറഞ്ഞ് അവർ വർണ്ണയെ സമാധാനിപ്പിച്ചു. വർണ്ണ കാർ സ്റ്റാർട്ട് ചെയ്തു. എഞ്ചിന്റെ ഇരമ്പിൽ കാറ്റിൽ ലയിച്ചു. അവളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളിൽ ചിലർ ആ തനിച്ചുള്ള യാത്ര കണ്ട് ഉള്ളുരി. ഞങ്ങൾ കൂടെ വരാം.
എന്ന് പറഞ്ഞ് ശ്വേതയും കൂട്ടുകാരിയോളെ അനുഗമിക്കാൻ തയ്യാറായി. എന്നാൽ വർണ്ണ അവരെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, വേണ്ട, ആരും വരണ്ട, ഇനി എന്റെ യാത്ര തനിച്ച, ഗുഡ് ബൈ എന്ന് പറഞ്ഞ അവൾ ക്ലച്ച് ചവിട്ടി വണ്ടി ആക്സിലേറ്ററിൽ കാലമർത്തി വെറുതെ റേസ് ആയിക്കൊണ്ടിരുന്നു. എല്ലാവരുടെയും യഥാർത്ഥ മുഖം ഞാൻ തിരിച്ചറിഞ്ഞു. കൂടെ കൂടെ കുരങ്ങളിപ്പിച്ചിട്ട് അവരൊക്കെ അവരുടെ ഭാഗം മാത്രം സേഫാക്കി, താ മാത്രം ഒറ്റപ്പെട്ടു. ഓക്കെ ശരിയപ്പോ എന്ന് പറഞ്ഞു. പെട്ടെന്നൊരു വലിയ ചെറുക്കോടെ അവൾ കാറ് മുന്നോട്ട് കുതിപ്പിച്ചു. കൂട്ടുകാരികൾ അവിടെ പോക്കേണ്ട തലക്ക് കൈവച്ചു. ഉള്ളിൽ അടക്കാനാവാത്ത ഷോക്കും വേദനയും കൊണ്ട് വർണ്ണയുടെ ഹൃദയം നീറുകയായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള ആ ദീർഘയാത്രയിൽ ചിലയിടത്ത് നിർത്തി ഭക്ഷണം കഴിച്ചു വീണ്ടും യാത്ര തുടർന്നു. അപ്പോൾ സമയം രാത്രിയായിരുന്നു. വിജനമായ വഴിമധ്യേ കുറച്ച് സ്ത്രീകൾ കൈ കാണിച്ച് സഹായം അഭ്യർത്ഥിച്ചു. കാരുണ്യപൂർവ്വം വണ്ടി നിർത്തിയ വർണ്ണ അവർക്ക് കയറാനായി ഡോർ തുറന്നു. അതിലൊന്നിൽ നിന്നൊരു സ്ത്രീയുടെ വിക താഴെ വീണു. ആ നിമിഷം അവർ തന്നെ കബളിപ്പിക്കാനും കൊള്ളയടിക്കാനും നിൽക്കുന്ന പുരുഷന്മാരാണെന്ന് അവൾക്ക് മനസ്സിലായി. ഉടനെ അവൾ ഡോർ വലിച്ചടച്ച് കാറ് മുന്നോട്ടെടുത്തു. വീട്ടിലെത്തിയ വർണ്ണക്ക് അച്ഛന്റെ വലിയ പിന്തുണയാണ് ലഭിച്ചത്. താൻ ഇനി അവളിൽ കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തി ചെയ്യിപ്പിക്കുന്ന ഓരോ പണിയും തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെയാവും. എൻട്രൻസ് പരീക്ഷയിലെ പരാജയം സാരമാക്കേണ്ടെന്നും പകരം നിനക്കെന്താണ് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവൾ നഴ്സിംഗിന് പോകണമെന്ന് പറഞ്ഞു. അതായാലും നല്ലത് തന്നെ. ഹോസ്പിറ്റൽ ചുമതല ഏറ്റെടുക്കുന്ന കുഴപ്പമില്ല. നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് നഴ്സിംഗ് പഠനം പൂർത്തിയാക്കാനും അദ്ദേഹം അവളോട് ആവശ്യപ്പെട്ടു. ശരണ്യ ശത്രുതയോട് അങ്ങനെ പറഞ്ഞുവെങ്കിലും അവൾ പറഞ്ഞാൽ കാര്യമുണ്ടെന്ന് വർണ്ണക്ക് തോന്നിയിരുന്നു. അച്ഛൻ പണിതു വരുത്തുന്ന ഹോസ്പിറ്റലിൽ ഒരു നഴ്സായി ജോലി ചെയ്ത് തനിക്ക് അവിടെ സേവനം അനുഷ്ഠിക്കാമല്ലോ. അച്ഛന്റെ വാക്കുകൾ അവൾക്ക് ആ കാര്യത്തിൽ കുറെ കൂടി ആത്മവിശ്വാസം നൽകി. വർണ്ണ നഴ്സിംഗ് പഠനം ആരംഭിച്ചു. ഇതിനിടയിൽ മധുസൂദന മുതലാളി തന്റെ പുതിയ സ്വപ്ന പദ്ധതിയായ ആധുനിക ആശുപത്രി പൂർത്തിയാക്കി പ്രവർത്തനം തുടങ്ങി. മകൾ വർണ്ണ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കാൻ സമയമെടുക്കുന്നതുകൊണ്ടാണ് കാര്യങ്ങൾ നോക്കിയെടുത്താൻ അദ്ദേഹം കർക്കശക്കാരനായ മനു സി പിള്ള എന്ന ചെറുപ്പക്കാരനെ ഡോക്ടറായി അവിടെ നിയമിച്ച്. ആ കരിപ്പൻ ഡോക്ടറുടെ കീഴിൽ ആശുപത്രി മികച്ച രീതിയിൽ മുന്നോട്ട് പോയി. ഒരു ദിവസം മധുസൂദനൻ മനു ഡോക്ടറോട് പറഞ്ഞു, നാളെ മുതൽ നമ്മുടെ ആശുപത്രിയിലേക്ക് പുതിയൊരു നേഴ്സ് ജോയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പൊ അങ്ങനെ ഒരു നേഴ്സിന്റെ ഒഴിവില്ലല്ലോ. നേഴ്സുമാർക്ക് ആവശ്യത്തിനുണ്ടല്ലോ, പിന്നെന്താ പുതിയ അപ്പോയിന്റ്മെന്റ്? ഇതൊരു സ്പെഷ്യൽ കേസാ എന്ന് മാത്രം പറഞ്ഞു. ആരാണെന്ന ചോദ്യത്തിന് അതൊരു പെൺകുട്ടിയാണെന്ന് മാത്രമാണ് അദ്ദേഹം മറുപടി നൽകിയത്. ആ പുതിയ നേഴ്സായി എത്തിയത് വർണ്ണ തന്നെയായിരുന്നു. എന്നാൽ അവൾ മുതലാളിയുടെ മകളാണെന്ന കാര്യം ആ ഡോക്ടർക്ക് അറിയില്ലായിരുന്നു. വർണ്ണയുടെ ഓരോ പ്രവൃത്തിയിലും തെറ്റുകൾ കണ്ടുപിടിച്ച് അയാൾ അവളെ വഴക്ക് പറയാൻ തുടങ്ങി. ഇങ്ങനെയാണോ പ്രഷർ വയ്ക്കേണ്ടത്? ഇങ്ങനെയാണോ പനി നോക്കിയിട്ട് ചാർജ് ഷീറ്റിൽ എഴുതേണ്ടത്? ഇങ്ങനെയുള്ള പല കാര്യത്തിലും അവൾ അയാളെ നിരന്തരം വഴക്ക് പറഞ്ഞു. റൗണ്ടിങ്ങിന് തന്റെ കൂടെ നടത്തിയ അയാൾ അവളെ വല്ലാതെ വട്ടം ചുറ്റിച്ചു. അതെടുത്തുകൊണ്ട് വാ, ഇതെടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞ് ഓടിപ്പിച്ചു. അപ്പോഴൊന്ന് പറഞ്ഞ താൻ ഈ ഹോസ്പിറ്റൽ ഓണറുടെ മകളാണെന്ന കാര്യം വെളിപ്പെടുത്തിയതേയില്ല. ആളെല്ലാം കടിച്ചു പിടിച്ച് തന്നെ നിയന്ത്രിച്ചു നിന്നു. ഒരു ദിവസം അബദ്ധത്തിൽ അവളുടെ കയ്യിൽ നിന്നും മരുന്ന് കുപ്പികളും ഇഞ്ചക്ഷനുള്ള ഒരു ട്രേ മറിഞ്ഞു വീണപ്പോൾ അത് പൊട്ടിച്ചിതറി നിലമാകെ വൃത്തികേടായി. തൂപ്പുകാരികൾ ഓടി വന്നിട്ട് വൃത്തിയാക്കാൻ ശ്രമിച്ചപ്പോൾ അവരെ തടഞ്ഞ് അത് മുഴുവൻ ഒറ്റയ്ക്ക് തുടച്ച് വൃത്തിയാക്കാൻ പോലും അയാൾ വർണ്ണയോട് ആവശ്യപ്പെട്ടു. ആൾ മടികൂടാതെ കുറെ സമയം പിടിച്ച് ചെയ്തു തീർത്തു. ഒരു ജോലിക്കാരത്തിയെ പോലെയാണ് അയാൾ അവളെ കണ്ടത്. ചിലപ്പോഴൊക്കെ തന്റെ ചായ എടുത്തു കൊടുക്കാൻ പോലും അയാൾ ആവശ്യപ്പെടും. പക്ഷെ ഇത്തരം പണികളെല്ലാം ചെയ്യിക്കുമ്പോഴും വർണ്ണക്കുള്ളിൽ ആ കരിപ്പൻ ഡോക്ടറോട് ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ പറഞ്ഞ പണികളൊക്കെ വലിയ പരാതികളൊന്നുമില്ലാതെ അവൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെയാണെങ്കിലും തുടക്കത്തിൽ തന്നെ ഒരു ഹോസ്പിറ്റൽ വിജയിച്ച് മുന്നേറുക എന്ന ചില്ലറ കാര്യമല്ല. മനുവിന്റെ കീഴിൽ ആ ഹോസ്പിറ്റൽ നാൾക്ക് നാൾ അഭിവൃദ്ധി പ്രാപിച്ചു വരുന്നത് മറ്റു ഹോസ്പിറ്റലുകൾക്ക് ചില അസ്വസ്ഥതകൾ ഉളവാക്കി. അവരുടെ അപവാദങ്ങളൊന്നും വിലപ്പോയില്ല. ആശുപത്രിയുടെ പുരോഗതി വർദ്ധിച്ചുകൊണ്ടിരുന്നു. കൂടുതൽ പേരും കഴിവുമുള്ള ഡോക്ടർമാർ അവിടേക്ക് വന്നു തുടങ്ങി. ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ ദിവസം ചെല്ലുന്തോറും കൂടുതൽ പ്രശസ്തമായി മാറി. ഇതിനിടയിൽ അത്യാഹിത വിഭാഗത്തിലേക്ക് ഗുരുതരമായ അപകടത്തിൽപ്പെട്ട രോഗികളെത്തുമ്പോൾ വർണ്ണ ഡോക്ടർക്ക് വലിയൊരു കരുത്തായി മാറി. ആൾ രോഗികളുടെ ബന്ധുക്കൾക്കും ഡോക്ടർമാർക്കും ഒരുപോലെ ധൈര്യം പകർന്നു. പ്രത്യേകിച്ച് ആ ചെറുപ്പക്കാരനായ ഡോക്ടർക്ക് മാനസികമായി വലിയൊരു പിന്തുണ നൽകാൻ വർണ്ണക്ക് സാധിച്ചു. ആളുടെ ഈ കരുതലും കഠിനാധ്വാനവും അതിലേറെ താനത്തെ പ്രാവശ്യം മനഃപൂർവ്വം കഠിനമായ ജോലികൾ നൽകി ഉപദ്രവിച്ചും ക്ഷമ കൈവിടാതെയുള്ള അവരുടെ പ്രവർത്തനം കണ്ടോടെ ആ കരിപ്പൻ ഡോക്ടറുടെ ദേഷ്യം പതി അലിഞ്ഞുപോയി. അവളോട് അവന് വലിയൊരു ഇഷ്ടം തോന്നി തുടങ്ങി. അങ്ങനെ അവർക്കിടയിലെ ദേഷ്യം സ്നേഹത്തിനും പ്രണയത്തിനും വഴിമാറി. ആശുപത്രിയിലെ മറ്റുള്ള സഹപ്രവർത്തകർ അവരുടെ പ്രണയം തിരിച്ചറിയുകയും അതിനുവേണ്ട പിന്തുണ നൽകുകയും ചെയ്തു. വർണ്ണയോടുള്ള മനു ഡോക്ടറുടെ മാറ്റവും അവരുടെ പരസ്പര സ്നേഹവും എല്ലാവർക്കും ഒരു മാതൃകയായി മാറി. ഹോസ്പിറ്റലിൽ വെച്ച് ഒരു ദിവസം CEO ആയ മധുസൂദനൻ നായരുടെ ക്യാബിനിലേക്ക് എന്തോ ഒരു ആവശ്യത്തിന് എന്ന മനു ഡോക്ടർ കണ്ട കാഴ്ച അയാളെ ഞെട്ടിപ്പിച്ചു. താൻ ജീവനതുല്യം സ്നേഹിക്കുന്ന നേഴ്സായ വർണ്ണ ഹോസ്പിറ്റൽ ചെയർമാന്റെ മടിയിൽ കയറിയിരിക്കുന്നു. എന്നിട്ട് അയാളുടെ താടി രോമങ്ങൾ പിടിച്ചു വലിച്ച് കൊഞ്ചുന്നു. മനു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ആ കാഴ്ച വളരെ ഹൃദയഭേദവും അത്ര തന്നെ അരോചകവുമായിരുന്നു. അയാൾ ഇത് പ്രതീക്ഷിച്ചതേയില്ല. ആൾക്ക് ഇങ്ങനെ ഒരു മുഖമുണ്ടെന്ന് താൻ അറിഞ്ഞില്ല. വഞ്ചകയാണ് ഈ വർണ്ണ. പാവത്താനെ പോലെ കൂടിയിട്ട് തന്നെ സ്നേഹം നടിച്ച് അതിച്ചിരിക്കുന്നു. പക്ഷെ മനു ഡോക്ടർ കയറി വരുന്ന അവർ കണ്ടിരുന്നു. അച്ഛന്റെ മടിയിൽ നിന്ന് ചാടിയണീറ്റ വർണ്ണ ഡോക്ടറുടെ മുഖഭാവം പരവേശം കൊണ്ട് പൊട്ടിച്ചിരിച്ചു. എന്നാണ് ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് ഇവര് കുട്ടികളെപ്പുറം പൊട്ടിച്ചിരിക്കുന്നത്? മനു ഡോക്ടർക്ക് അതുകൂടി കണ്ടപ്പോൾ ദേഷ്യം ഇരട്ടിച്ചു വന്നു. ഇതൊക്കെ ഹോസ്പിറ്റലിൽ വെച്ച് വേണോ? നിങ്ങൾക്ക് വല്ല ഹോട്ടലിൽ പോയി റൂം എടുത്ത് ചെയ്തൂടെ? അയാൾ അവളെ നോക്കി അലറി.
എന്ത് ചെയ്തു എന്നാ മനു ഡോക്ടർ പറയുന്നത്? സൂക്ഷിച്ച് സംസാരിക്കണം. ഇതാരാണെന്നറിയോ? ഇല്ല. എടാ പൊട്ടൻ ഡോക്ടറെ, ഇതെന്റെ അച്ഛനാ. വർണ്ണയാണ് അതിന് മറുപടി നൽകിയത്. ഏക മകളോടുള്ള ഒരു അച്ഛന്റെ വാത്സല്യമാണ്, അല്ലെങ്കിൽ മകളുടെ സ്നേഹമാണ് താൻ തെറ്റായി കണ്ടത്. വർണ്ണ തങ്ങളുടെ മുതലാളിയുടെ മകളാണെന്ന് സത്യം കൂടി അയാൾ അറിഞ്ഞപ്പോൾ ആറിയോ അവന് വലിയ അത്ഭുതവും ഒപ്പം ബഹുമാനവും ഉണ്ടാക്കി. ഒരു വൈകുന്നേരം ആശുപത്രിയിലെ ശാന്തമായ ക്യാബിനിൽ അവർ വീണ്ടും ഒന്നിച്ചു. ജോലിയിലെ ടെൻഷനെല്ലാം മറന്ന് അവർ തങ്ങളുടെ മനസ്സിലെ മൃദുവായ വികാരങ്ങൾ പരസ്പരം പങ്കുവച്ചു. ഇത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും അപൂർവവും മനോഹരമായ നിമിഷങ്ങളായിരുന്നു. ആ നിമിഷം ഡോക്ടർ വർണ്ണയുടെ കൈകൾ പതുക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, വർണ്ണ, തുടക്കത്തിൽ ഞാൻ നിന്നോട് ദേഷ്യപ്പെടുന്നതിനാണെന്നറിയോ? നിന്റെ കണ്ണുകളിലെ നിഷ്കളങ്കതയും ആത്മാർത്ഥയും എനിക്ക് എന്നെ തന്നെയാണ് ഓർമ്മിപ്പിച്ചത്. പക്ഷെ ആ ദേഷ്യം പിന്നീട് എപ്പോഴാണ് നിന്നോടുള്ള ഇഷ്ടമായി മാറിയെന്ന് എനിക്കറിയില്ലായിരുന്നു. വർണ്ണ ഒരു പുഞ്ചിരിയോടെ മറുപടി നൽകി. എനിക്കറിയായിരുന്നു ഡോക്ടർ, നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ പിന്നിലെ സ്നേഹം. എനിക്ക് നിങ്ങളെ ഈ ശാസനകളൊക്കെ ഒരു കരുതലായിട്ടാണ് തോന്നിയത്. ഞാൻ നിങ്ങളെ മനസ്സിലാക്കിയിരുന്നു, അതിലേറെ ആളുകൾ സ്നേഹിക്കാനും തുടങ്ങി. ആ നിമിഷങ്ങളിൽ വർണ്ണ തീവ്രമായ വികാരങ്ങളുടെ ലോകത്തായിരുന്നു. ഡോക്ടർ പതുക്കെ അവളെ ചേർത്ത് പിടിച്ചു തന്റെ ഇഷ്ടം അറിയിച്ചുകൊണ്ട് ഒരു ചുംബനം നൽകി. അപ്പോൾ വർണ്ണയുടെ പ്രതികരണം 10 മടങ്ങ് തീവ്രമായിരുന്നു. വൈകാരികമായി അവൾ ഡോക്ടറോട് പൂർണ്ണമായും സഹകരിച്ചു. ആ നിമിഷം അവർ പരസ്പരവും വൈകാരികമായി ഒന്നായി ലയിച്ചു. അങ്ങനെയിരിക്കെ മധുസൂദന മുതലാളി അവിചാരിതമായി വർണ്ണയുടെ ഡോക്ടറുടെയും ക്യാമ്പിലേക്ക് കടന്നു വന്നു. ആ കാഴ്ച അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. മകളും ഡോക്ടറും ആലിങ്ങനെ ഭദ്രായി നിൽക്കുന്നുണ്ട്. അദ്ദേഹം ആദ്യമൊന്ന് പകച്ചെങ്കിലും ബുദ്ധിമാനായതുകൊണ്ട് ആ രംഗം നേരിട്ട് ചോദ്യം ചെയ്യാതെ പെട്ടെന്ന് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് ആരോടൊന്നും സംസാരിക്കുന്ന പോലെ അഭിനയിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വൈകിട്ട് വീട്ടിലെത്തിയ അദ്ദേഹം വർണ്ണയെ തന്നെ മുറിയിലേക്ക് വിളിപ്പിച്ചു. കാര്യം എന്താണെന്ന് തുറന്നു ചോദിച്ചു. ഭയത്തോടെയാണെങ്കിൽ വർണ്ണ അച്ഛന് മുമ്പിൽ തന്നെ മനസ്സ് തുറന്നു പറഞ്ഞു, അച്ഛാ, എനിക്ക് ഡോക്ടറെ ഇഷ്ടമാണ്. മകളുടെ വാക്കിൽ കേട്ട മധുസൂദനൻ രാത്രി തന്നെ ഡോക്ടർ ഫോണിൽ വിളിച്ച് മകളോടുള്ള അദ്ദേഹത്തിന്റെ ഇഷ്ടത്തെക്കുറിച്ചും അവരുടെ ബന്ധത്തെക്കുറിച്ചും നേരിട്ട് ചോദിച്ചു. പിള്ളേര് കളിയല്ലല്ലോ ഡോക്ടറെ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ഡോക്ടർ തന്നെ മനസ്സ് തുറന്ന് പറഞ്ഞു, അല്ല മുതലാളി, എനിക്ക് വർണ്ണയെ വലിയ ഇഷ്ടമാണ്. അവളെനിക്ക് കല്യാണം കഴിച്ചു തരണം. ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണ്. മകളുടെയും ഡോക്ടറെയും സ്നേഹത്തിന്റെ ആഴം മനസ്സിലായതോടെ മധുസൂദൻ മുതലാളിക്ക് വലിയ സന്തോഷമായി. അദ്ദേഹം തന്നെ മുൻകൈയെടുത്ത് അവരുടെ വിവാഹം വളരെ ഗംഭീരമായി തന്നെ നടത്തിക്കൊടുത്തു. തുടർന്ന് ഇരുവരും ആ ഹോസ്പിറ്റൽ അച്ഛന്റെ പ്രതീക്ഷകൊത്ത് നടത്തിക്കൊണ്ടുപോയി.